നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ സ്വാതന്ത്ര്യദിനമൊക്കെ വരുമ്പോൾ എന്നാ രസമായിരുന്നല്ലേ. അന്ന് ക്ലീനിങ്ങും മുട്ടായി വിതരണവും ഘോഷയാത്രയും അടിപൊളിയായിരുന്നു. എടാ സ്കൂളിലെ ടാബ്ലോയ്ക്ക് ഞാനല്ലായിരുന്നു സ്ഥിരം ഗാന്ധിജി. തലേ നമ്മുടെ പപ്പടമൊക്കെ ഒട്ടിച്ച്. ഈ ജോലിയും പ്രാരാബ്ദമൊക്കെ ആയപ്പോൾ നമ്മളിതെല്ലാം വിട്ടുപോയല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കേണ്ട കാര്യമായത്. നീ ഓർക്കുന്നില്ലേ നമ്മുടെ സ്കൂളിൽ പതാക ഉയർത്താൻ വന്നോണ്ടിരുന്ന മറ്റേ ആ സ്വാതന്ത്ര്യ സമരത്തൊക്കെ പങ്കെടുത്ത ഒരു അമ്മാവനല്ലേ, നമ്മുടെ ഗാന്ധി താണമാശല്ലേ. പുള്ളി വീട്ടിൽ ഇപ്പോഴും വയ്യാണ്ട് കിടപ്പാന്നാണ് എനിക്ക് തോന്നുന്നത്. 100 വയസ്സായി കാണും. നമുക്കൊന്ന് പുള്ളിയെ കാണാൻ പോയാലോ? നല്ല ദൂരമുണ്ട്, പിന്നെ വേണം നമുക്ക് പോയേക്കാം. സ്വാതന്ത്ര്യദിനമൊക്കെ ആയിട്ടേ ഇന്ന് തന്നെയാണ് പുള്ളിയെ കാണാൻ പറ്റിയ ദിവസം. എന്നാ വാ പോയേക്കാം. ഇത് തന്നെയാണോ വീട്? ഇത് തന്നെയാണേ. പുള്ള മോനാന്ന് നടന്നിപ്പുണ്ട്. ചേട്ടാ ഇത് തന്നെയല്ലേ നമ്മുടെ ഈ നാണുമാഷിൻ്റെ വീട്? ആ അതെ. നിങ്ങളാരാ? ചേട്ടാ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണേ. എന്നതാ കാര്യം? അല്ല ചേട്ടാ, ഇതിൻ്റെ സ്വാതന്ത്ര്യദിനമൊക്കെ അല്ലേ, നാണുമാഷിനെ ഒന്ന് കണ്ടിട്ട് വന്ന് കരുതി വന്നാ. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നേ? ദൂരമൊന്നും ഒരു പ്രശ്നമല്ല ചേട്ടാ. നാണുമാഷിനെ ഇപ്പോൾ ഉള്ളവരെ ഇന്ന് ഓർത്തില്ല പിന്നെ എന്നാ? എടോ, അച്ഛൻ മരിച്ചിട്ട് 3-4 കൊല്ലമായി. ജീവിച്ചിരുന്നപ്പോൾ ആരും അന്വേഷിച്ചിട്ടൊന്നും വന്നിട്ടില്ല. സോറി ചേട്ടാ, മരിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ചേട്ടാ ഞങ്ങൾക്ക് നാണുമാഷിനെ അടക്കം ചെയ്ത സ്ഥലം ഒന്ന് കാണാൻ പറ്റുമോ? ഇതേ ആ പറമ്പിൻ്റെ മൂലയ്ക്കായിട്ട് ആ റോഡ് സൈഡില്ലേ, പക്ഷെ സൂക്ഷിച്ചു പോകണം, അവിടെ പാമ്പോ എല്ലാം കാണും. അതിങ്ങെടുത്തേ.